ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇപ്പം നല്ല വെതറാണ്, പിന്നെ ഇവിടെ നോക്കിയാലും നിറയെ പൂക്കളാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നമ്മുടെ വീടും ഇവിടെ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് പനീർ ബട്ടർ മസാലയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും പനീർ ബട്ടർ മസാലയ്ക്ക് ഫ്രഷ് ക്രീമൊക്കെ വേണമല്ലോ, പിന്നെ കസൂരി മേത്തി ഇതൊക്കെ വേണം. അങ്ങനെയൊന്നുമല്ല. ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ഒന്നും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന പനീർ ബട്ടർ മസാല. അപ്പോൾ 250 ഗ്രാം പനീറാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ഒരു സവാളയാണ് ചേർക്കുന്നുള്ളൂ. അത് നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. കണ്ണെരിയുന്നു. സവാള ഇതുപോലെ നല്ല നൈസായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും, കുറച്ച് ഗ്രാമ്പും, ഏലക്കായ. പിന്നെ നമ്മൾ ഫ്രഷ് ക്രീം യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ കാഷ്യൂസ് എടുത്തിട്ടുണ്ട്. പനീർ ബട്ടർ മസാലയ്ക്ക് തക്കാളി വേണം. തക്കാളി എനിക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന ചെറിയ ടൊമാറ്റോസാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന അത്യാവശ്യം വലിപ്പമുള്ള 2 തക്കാളി മതി. എനിക്ക് എളുപ്പപ്പണിയായി. ചെറിയ ടൊമാറ്റോസ് ആയതുകൊണ്ട് അരിയൊന്നും വേണ്ട, ഇത് ഫുള്ളായിട്ട് തന്നെ നമുക്ക് ചേർക്കാവുന്നതാണ്. 1 സ്പൂൺ ബട്ടറും സൺഫ്ലവർ ഓയിലാണ് നമ്മൾ എടുക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഏകദേശം ഒരു 3 സ്പൂണോളം എടുക്കുന്നുണ്ട്. അതിന് കറക്റ്റായിട്ട് കണക്കൊന്നുമില്ല, ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു അളവ് വെച്ചിട്ട് അങ്ങ് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നമുക്ക് പറയാം. 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 സ്പൂൺ ബട്ടറുമാണ് എടുത്തിരിക്കുന്നത്. ഏലക്കായും ഗ്രാമ്പും ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ വളരെ കുറച്ച് ചേർത്താൽ മതി, കൂടുതലായിപ്പോയാൽ ഒരു മസാലക്കുത്തുണ്ടാവും. അപ്പോൾ കുറച്ച് ഏലക്കായും ഗ്രാമ്പും. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ്. അത് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണമെന്നൊന്നും നിർബന്ധമില്ല, കാരണം നമ്മൾ സവാളയും കൂടി ഇട്ട് ഇതിൽ വഴറ്റിയതിന് ശേഷം പിന്നെ മിക്സിയിലിട്ട് അരച്ച് എടുക്കും, നന്നായിട്ട് ഇത് അരച്ചെടുക്കും. അപ്പോൾ പിന്നെ ഇത് അരിയാനൊന്നും നിന്ന് നമ്മൾ സമയം കളയണമെന്നില്ല. അപ്പോൾ സവാള ചേർക്കാം. സവാള നന്നായിട്ട് വഴന്ന് കഴിയുമ്പോൾ നമ്മൾ വഴറ്റിയെടുത്തതിന് ശേഷം തക്കാളി ചേർക്കണം. തക്കാളി നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കാഷ്യൂസ് ചേർക്കാം. സവാള ഒരു 5 മിനിറ്റോളം നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തത് വഴറ്റിയെടുത്തു. ഇനി അതിലേക്ക് തക്കാളി ചേർക്കാം. ഇത്രയും തക്കാളിയാണ് നമ്മൾ ചേർക്കുന്നത്. ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ മുറിച്ചിടാത്തത്. പിന്നെ വലിയ തക്കാളി ആകുമ്പോൾ നിങ്ങൾ അരിഞ്ഞ് ചേർക്കണം കേട്ടോ. ഇങ്ങനെ ഇടുന്നാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇടുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടതേ ഉള്ളൂ. ഇനി നമുക്ക് കാഷ്യൂസ് ചേർക്കാം. കാഷ്യൂസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചധികം ചേർക്കുന്നുണ്ട്. ഭയങ്കര എളുപ്പമാണ് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതൊരു 15 മിനിറ്റെങ്കിലും നമ്മളിത് ഇങ്ങനെ കുക്ക് ചെയ്യണം. അപ്പോൾ ഫ്ലെയിം വളരെ കുറച്ച് സിമ്മിലാക്കി ഇട്ടിട്ട് വേണം ഇതിങ്ങനെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ നല്ല വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ആ ബട്ടറിലും എണ്ണയിലും ഒക്കെ കിടന്നിട്ട് നല്ലൊരു ഇപ്പം തന്നെ ഒരു വാസനയുണ്ട് കേട്ടോ. ആ ബട്ടറിൽ ഇത് സവാളയൊക്കെ വഴറ്റുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നു. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം.
അപ്പം മിക്സിയിൽ നമ്മൾ അരച്ചെടുത്തതാണിത്. കുറച്ച് വെള്ളം ചേർക്കാം കേട്ടോ, കുറച്ച് തണുത്ത വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കാം. അതിന് ശേഷം ഒരു അരിപ്പ ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ റെസിപ്പിയിൽ. അതായത് ഇത് നല്ല അരിപ്പ വെച്ച് ഇങ്ങനെ അരിച്ചെടുത്താലാണ് കറക്റ്റ് നമുക്ക് ആ ഒരു ഗ്രേവി കിട്ടത്തുള്ളൂ. വെള്ളം കൂടി പോവരുത്, കാരണം ആ ഒരു തിക്നെസ് ഈ ഗ്രേവിയിൽ ഉണ്ടാവണം. അപ്പോൾ വീണ്ടും നമ്മൾ അതേ പാൻ തന്നെയാണ് എടുക്കുന്നത്. അതിലേക്ക് കുറച്ചുകൂടി ബട്ടർ നമ്മൾ ഇപ്പോൾ ഇടാൻ പോവാണ്. ഇത്രയും ബട്ടർ. പനീർ ബട്ടർ മസാലയാണ്, അപ്പം ബട്ടർ കുറച്ച് അത്യാവശ്യം ചേർക്കണം. ബട്ടർ മെൽറ്റായിട്ട് ഇതിലേക്ക് നമ്മൾ ഈ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല, ജീരകം പൊടിച്ചത്, ഇത്രയും നമ്മൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്താൽ മതി. ഇതാ ഇത്രയും മഞ്ഞൾപ്പൊടിയാണ്. ഇനിയിപ്പോൾ സിമ്മിലാക്കി വയ്ക്കാം കേട്ടോ. പൊടികൾ ചേർക്കുമ്പോൾ സിമ്മിലാക്കി വയ്ക്കണം. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇതാ ഇത്രേ ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് അധികം എരിവ് വേണ്ടല്ലോ. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും അധികം വേണ്ട, ഇതാ ഇത്രയും മതി കേട്ടോ. ഇനി വേണ്ടത് ഗരം മസാലയാണ്. ഗരം മസാല കുറച്ച് മതി, എനിക്ക് അത്ര ഇഷ്ടമല്ല ഗരം മസാലയുടെ ഫ്ലേവർ. നേരത്തെ ഇഷ്ടമായിരുന്നു, ഇപ്പം എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇനി കുറച്ച് ജീരകം പൊടിച്ചതും കൂടി വേണം. അതൊക്കെ ഞാൻ ഓൾറെഡി പൊടിച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് എളുപ്പമാണ് ഇതൊക്കെ. ജീരകം പൊടിച്ച് കുറച്ച് കൂളെടുക്കട്ടെ, പനീറല്ലേ, ഗ്യാസ് വരും. അപ്പോൾ ആ പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മുടെ ആ അരപ്പുണ്ടല്ലോ, അരപ്പെന്ന് പറഞ്ഞാൽ സവാളയും തക്കാളിയും കൂടി ഇട്ട് വഴറ്റിയത്, ബട്ടറിലിട്ട് വഴറ്റിയ ആ ഒരു കൂട്ട് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറച്ച് വെള്ളം കൂടി ചേർക്കണം. എന്ന് വെച്ചാൽ ഇത് നല്ല തിക്കാണ്. ഇപ്പോൾ ഈ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി നല്ല തിക്കായി വന്നിട്ടുണ്ട്. അത്രയും തിക്നെസ് വേണ്ട, അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം നമുക്ക് ചേർക്കാം. അപ്പോൾ വെള്ളം ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിന് ശേഷം ഒരു 1-2 മിനിറ്റോ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം, ഈ ഒരു കൂട്ടൊന്ന് നന്നായി തിളപ്പിച്ചതിന് ശേഷം പനീർ ചേർക്കാം. അപ്പോൾ പനീർ ചേർത്തതിന് ശേഷം, പനീറിന് വേവധികം വേണ്ടെങ്കിലും ഒരു 10 തൊട്ട് 15 മിനിറ്റ് വരെ, 15 മിനിറ്റെങ്കിലും വേണം നന്നായിട്ട് ഇതിൻ്റെ അകത്ത് ഈ ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ട് കുക്ക് ചെയ്യണം. എന്നാലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഈ ഏറ്റവും ലാസ്റ്റ്, അതായത് പനീറൊക്കെ ചേർത്ത് നല്ല കുക്കായി വരുന്ന സമയത്ത് ഫ്രഷ് ക്രീം ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് വാങ്ങാറാകുമ്പോൾ കുറച്ച് കസൂരി മേത്തിയും ചേർക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെ 15 മിനിറ്റോളം ആയിട്ടുണ്ട്. പനീർ ബട്ടർ മസാല റെഡിയായി കഴിഞ്ഞു. എത്ര എളുപ്പം റെഡിയാക്കാൻ പറ്റുമെന്നറിയോ? അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. നല്ല ചപ്പാത്തിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെയാണ് പനീർ ബട്ടർ മസാല ഏറ്റവും നല്ല കോമ്പിനേഷൻ. എൻ്റെ അടുത്ത് ഇപ്പോൾ ബസ്മതി റൈസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ കൂടെ കഴിച്ചത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായമൊക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.